നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ബാർക്കോഴ കേസിൽ കെ എം മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ തെളിവുണ്ടെന്ന് SP R സുകേശിന്റെ വസ്തുതാ റിപ്പോർട്ട്. 2 തവണയായി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയതിന് ദൃഢമായ തെളിവുകൾ. പ്രതിപക്ഷത്തിന്റെ നാടകമെന്ന് കെ എം മാണി. അട്ടിമറി തെളിഞ്ഞുവെന്ന് CPM. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ യാഥാർത്ഥ്യമായി. ലോകത്തെ ഏറ്റവും മികവുറ്റ തുറമുഖം നിർമ്മിക്കുമെന്ന് ഗൗതം അദാനി. ചരിത്ര മുഹൂർത്തമെന്ന് മുഖ്യമന്ത്രി. PK കുഞ്ഞാലിക്കുട്ടിയെ അവഗണിച്ചതിൽ ലീഗിന് പ്രതിഷേധം. ചെന്നിത്തല വിട്ടുനിന്നു. പ്രതിപക്ഷവും ബഹിഷ്കരിച്ചു. പഞ്ചായത്ത് വിഭജനം തടഞ്ഞ് വിധി സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു. അപ്പീലിൽ വിശദമായ വാദം കേൾക്കും. 2010 പഞ്ചായത്തുകളുടെ ഘടനയനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ സമയക്രമം നൽകി. UAE-യിൽ നിന്ന് 65 ലക്ഷം കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിച്ച് നരേന്ദ്രമോദി. ഉന്നത ഭരണാധികാരികളുമായി മോദി ചർച്ച നടത്തി. ദുബായ് സ്റ്റേഡിയത്തിൽ പൊതുജനങ്ങളെ കാണും. 1.5 ലക്ഷം ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ PSC നടപടികൾ തുടങ്ങി. ജോലി ഉറപ്പാക്കിയ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 1000 രൂപ ഈടാക്കും. പ്ലാൻ ഫണ്ടിൽ നിന്നല്ലാതെ ഉപകരണങ്ങൾ വാങ്ങുന്നത് നിർത്തലാക്കും. പരീക്ഷാ ഹാളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ഉയർത്തും. അവർ വിശദമായി. ബാർ ഉടമകളിൽ നിന്ന് 2 തവണയായി ധനമന്ത്രി കെ എം മാണി 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ. പാലായിലെ വസതിയിൽ വെച്ച് 15 ലക്ഷവും തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ വെച്ച് 10 ലക്ഷം രൂപയും കൈക്കൂലി വാങ്ങിയെന്നാണ് SP സുകേശന്റെ കണ്ടെത്തൽ. കോഴ വാങ്ങിയ അധികാര ദുർവിനിയോഗം നടത്തിയ കെ എം മാണിയെ അഴിമതി നിരോധന നിയമപ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ശുപാർശ ചെയ്യുന്നു. ധനമന്ത്രി കെ എം മാണി 22/3/2014 പാലായിൽ വെച്ച് 15 ലക്ഷം രൂപയും 2/4/2014 തിരുവനന്തപുരത്ത് വെച്ച് 10 ലക്ഷം രൂപയും ബാർ ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞ സാഹചര്യത്തിൽ കെ എം മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാം. 269 പേജ് വരുന്ന വസ്തുതാപര റിപ്പോർട്ട് വിജിലൻസ് SP R സുകേശൻ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. അന്വേഷണത്തിൽ വെളിവായ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കെ എം മാണിയെ R സുകേശൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. സാഹചര്യ തെളിവുകളും വസ്തുതകളും പരിശോധിച്ചാൽ 22/3/2014 ഉച്ചയ്ക്ക് 2:30-നും 3:30-നും ഇടയിൽ 15 ലക്ഷം രൂപ കെ എം മാണിക്ക് കൈമാറിയതായി വ്യക്തമാകുന്നു. 22/3 ബാർ ഹോട്ടൽ ഉടമകൾ തന്നെ കണ്ടില്ലെന്നാണ് ധനമന്ത്രിയുടെ മൊഴി. എന്നാൽ കെ എം മാണിയെ കണ്ടുവന്ന് 6 ബാർ ഉടമകളും സമ്മതിക്കുന്നു. കെ എം മാണി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിനും തെളിവുകളുണ്ട്. 22/3/2014 കെ എം മാണിയുടെ പാലയിലെ വസതിയിൽ 15 ലക്ഷം രൂപ എത്തി എന്നതിനും തെളിവുണ്ട്. പണം കെ എം മാണിക്ക് കൈമാറിയില്ല എന്നാണ് ബാർ ഉടമ സംഘം പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പറഞ്ഞത്. പണം അസോസിയേഷന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയെന്നും രാജ്കുമാർ ഉണ്ണി മൊഴി നൽകിയിരിക്കുന്നു. പക്ഷേ അസോസിയേഷന്റെ ബാങ്ക് അക്കൗണ്ടുകളിലൊന്നും ഈ പണം നിക്ഷേപിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിൽ പൂർണ്ണമായും വ്യക്തമായി. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ പ്രശാന്തിൽ വെച്ച് രാജ്കുമാർ ഉണ്ണിയെ കണ്ടെന്ന കാര്യവും പൂർണ്ണാർത്ഥത്തിൽ കെ എം മാണി നിഷേധിച്ചു. എന്നാൽ കണ്ടെന്ന കാര്യം രാജ്കുമാർ ഉണ്ണി സമ്മതിക്കുന്നു. 10 ലക്ഷം രൂപ കൊണ്ടുപോയിരുന്നുവെന്നും രാജ്കുമാർ ഉണ്ണി സമ്മതിക്കുന്നുണ്ട്. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ വാഹന രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ KL 01 BB 7878 എന്ന കാർ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ പ്രവേശിച്ചതായി തെളിയുന്നു. രാജ്കുമാർ ഉണ്ണിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ നന്ദൻകോട് പരിധിയിലെന്നും വ്യക്തമായിട്ടുണ്ട്. പണം കൈമാറുന്നത് കണ്ടുവന്ന ഡ്രൈവർ അമ്പിളിയുടെ മൊഴിയെ സാധൂകരിക്കുന്നതാണ് നുണപരിശോധന റിപ്പോർട്ട്. അതേസമയം നുണപരിശോധനയ്ക്ക് തയ്യാറാകാത്ത ബാർ ഉടമകളുടെ നിലപാട് സംശയാസ്പദമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അന്തിമ റിപ്പോർട്ടിലേക്ക് എത്തിയപ്പോൾ ബാർ കോഴ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണം തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വസ്തുതാപര റിപ്പോർട്ട്. കെ എം മാണി പണം വാങ്ങിയതിന് എല്ലാ തെളിവുകളുമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് K രതീഷിനൊപ്പം സേഫ് സുനിലാബ്ദീൻ റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം VS സുനിൽകുമാർ MLA, ആന്റണി രാജു കേരള കോൺഗ്രസ് M ജനറൽ സെക്രട്ടറി VV രാജേഷ്, ഒപ്പം തന്നെ ജോസഫ് വാഴക്കനെയും PC ജോർജിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, സുകേശൻ്റെ അന്വേഷണത്തിൽ മേലന്വേഷണം ഉണ്ടായിട്ടില്ല. സുകേശൻ പറയുന്നു 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നതിന് പൂർണ്ണമായ തെളിവ് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും 25 ലക്ഷം രൂപ കെ എം മാണി തിരുവനന്തപുരത്തും പാലായിലും വെച്ച് വാങ്ങിയിട്ടുണ്ട് എന്ന് സുകേശൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ് അന്വേഷണ വിവര റിപ്പോർട്ടിൽ, വസ്തുതാ വിവര റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി കോടതിക്ക് നൽകിയിട്ടുള്ളത്. മേലന്വേഷണം നടത്താതെ വിൻസൻ M പോൾ കെ എം മാണിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന് എങ്ങനെ തീരുമാനിച്ചു? ശ്രീ ആന്റണി രാജു. അല്ല നികേഷ്, ഇവിടെ ശ്രീ സുകേഷിൻ്റെ റിപ്പോർട്ടിൽ വസ്തുതാപരമായി ചില കഴമ്പുകളുണ്ടെന്ന കണ്ടെത്തലുകൾക്കപ്പുറത്തേക്ക് നിയമപരമായി ഒരു കുറ്റപത്രം കൊടുക്കാൻ ആവശ്യമായ തെളിവുകളുണ്ട് എന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല.
മാത്രമല്ല വിൻസെന്റ് എംപോൾ ഒരിടത്തും അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേശൻ കുറ്റപത്രം കൊടുക്കണ്ട എന്നൊരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഫാക്ച്വൽ റിപ്പോർട്ടാണ് മോളിലേക്ക് സമർപ്പിക്കപ്പെട്ടത്. അതിൻ്റെ നിയമവശം പരിശോധിച്ചു. ആ നിയമവശം ഉൾപ്പെടെ ഈ കേസിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനുള്ള നിർദ്ദേശം മാത്രമാണ് വിൻസെന്റ് എംപോൾ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഈ കേസിൽ കുറ്റപത്രം കൊടുക്കണമെന്നോ കൊടുക്കണ്ടായോ എന്ന് ഒരു ഒപ്പീനിയൻ വിൻസെന്റ് എംപോൾ എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അന്വേഷണം സുകേശൻ നൽകുന്ന റിപ്പോർട്ട് കെ എം മാണിക്ക് 25 ലക്ഷം രൂപ ബാർ ഉടമകൾ നൽകി എന്നതിന് വസ്തുതാപരമായ സാഹചര്യ തെളിവുകൾ ഉണ്ട് എന്നാണ്. ശരിയാണ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വിൻസെന്റ് എംപോൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിൻസെന്റ് എംപോൾ കെ എം മാണിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ വസ്തുത എങ്ങനെയാണ് ഒരു ലീഗൽ ഒപ്പീനിയനോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിനോ ചെയ്യാൻ കഴിയുക, ഇല്ലായ്മ ചെയ്യാൻ കഴിയുക? ഒരു കേസ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ നിഗമനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി കഴമ്പുണ്ടെന്ന് കണ്ടാലും നിയമപരമായി സാധുതയില്ലെങ്കിൽ ഒരു കോടതി മുമ്പാകെ ഒരു കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ല. കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കുകയാണ്. ഒരു കേസ് അന്വേഷിക്കുമ്പോൾ വസ്തുതാപരമായി തെളിവുണ്ട് എന്ന് കണ്ടാലും നിയമപരമായി കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് മേലുദ്യോഗസ്ഥരെ പരിശോധിക്കാവുന്നതാണ് എന്നാണ്. വിചിത്രമായിരിക്കാം, പക്ഷെ പുതിയ വെളിപ്പെടുത്തലാണ് ശ്രീ ആന്റണി രാജുവിൻ്റെ. ആന്റണി രാജു ഒരു വക്കീലാണല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഇന്ത്യയിൽ കുറ്റാന്വേഷണം നടക്കുന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചാണെങ്കിൽ CRPC 173 അനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നിഗമനത്തിൽ ഇടപെടാൻ ഇന്ത്യൻ ഏതെങ്കിലും ഒരു നിയമപ്രകാരം ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം. ഏതെങ്കിലും ഒരു കോടതി വിധിയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈസ് ദ എംപറർ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് നമ്മുടെ കോടതിയുടെ അടിസ്ഥാന തത്വം. ആ തത്വം അനുസരിച്ച് CRPC 173 അനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സുകേശനാണെങ്കിൽ ആ സുകേശൻ ഒരു ഫൈൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ അതിലിടപെടാൻ ആർക്കും അധികാരമില്ല. ഇനി സുകേശൻ്റെ അന്വേഷണം ശരിയല്ല എങ്കിൽ അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹത്തിൽ നിന്ന് അന്വേഷണം മാറ്റി അയാൾക്ക് സ്വയം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് മാറി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ചില നിഗമനത്തിലെത്താം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചത് സുകേശന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് കാണുമ്പോൾ വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസെന്റ് എംപോൾ എന്ത് ചെയ്യണമായിരുന്നു? വിൻസെന്റ് എംപോൾ അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുത്ത് പേരിനെങ്കിലും 2 or 3 സാക്ഷികളെ ഒന്ന് ചോദ്യം ചെയ്ത് കുറച്ച് വിവരങ്ങൾ ഞാനും ശേഖരിച്ചു എന്ന് വരുത്തുന്നതിന് വേണ്ടി ഒരു തെളിവെടുപ്പ് നടത്തി ഒരു റിപ്പോർട്ട് പ്രത്യേകം തയ്യാറാക്കേണ്ടിയിരുന്നു. ഇവിടെ അതൊന്നും ചെയ്യാതെയാണ് വിൻസെന്റ് എംപോൾ തൻ്റെ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. സുകേശൻ്റെ ഈ പറയുന്ന അഴിമതി നടന്നു എന്ന കണ്ടെത്തലിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഒരു ഇൻഫർമേഷൻ കൂടി ഇതേ വിൻസെന്റ് എംപോൾ തന്നെയാണ് ലോകായുക്തയിൽ നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടാണ്, മേലുദ്യോഗസ്ഥൻ്റെ വ്യാഖ്യാനമല്ല കോടതി പരിഗണിക്കേണ്ടത് എന്ന് എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. വേണമെങ്കിൽ ശ്രീ ആന്റണി രാജു താങ്കൾക്ക് നൽകാം. പക്ഷേ അതെല്ലാം ശ്രീ വിൻസെന്റ് എംപോളിന് ഒരു ഘട്ടത്തിൽ കെ എം മാണിയുടെ കേസ് വരുന്ന ഘട്ടത്തിൽ മറക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? നികേഷ്, വസ്തുതാപരമായി തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വസ്തുതാപരമായി കഴമ്പുണ്ടെന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നിരീക്ഷണത്തിലോ നിഗമനത്തിലോ തോന്നിയാൽ പോലും നിയമപരമായ സാധുതയുണ്ടെങ്കിൽ മാത്രമേ കുറ്റപത്രം ഒരു കോടതിയിൽ കൊടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ അങ്ങ് പറഞ്ഞു വിൻസെന്റ് എംപോൾ ആണ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തതെന്ന്. ശരിയല്ല. ഈ സുകേശൻ തന്നെയാണ് കുറ്റപത്രം കൊടുക്കാനുള്ള തെളിവില്ല എന്ന് അന്തിമമായ റിപ്പോർട്ട് കൊടുത്തത് ഈ സുകേശൻ തന്നെയാണ്. മാത്രമല്ല നീട്ടിക്കൊണ്ടുപോവുക, അങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ അതിലെനിക്കൊന്നും പറയാനില്ല. താങ്കൾക്കറിയാമല്ലോ, സുകേശനാണ് മേലുദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ വിൻസെന്റ് എംപോളിന് റിപ്പോർട്ട് കൊടുക്കുന്നത്. വിൻസെന്റ് എംപോളിനാണ് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ടാക്കി അന്വേഷണ ഉദ്യോഗസ്ഥന് തിരികെ കൊടുക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് സാങ്കേതികമായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നതിനാൽ സുകേശൻ റിപ്പോർട്ട് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സുകേശൻ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് സുകേശൻ്റെതല്ല, വിൻസെന്റ് എംപോളിൻ്റെതാണ് എന്നറിയാത്ത ആളല്ല തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ശ്രീ ആന്റണി രാജു. എന്നാ നികേഷ് ഒരു കാര്യം മനസ്സിലാക്കണം.
ഈ കാര്യത്തിൽ ഈ കേസിൽ വിൻസെന്റ് എംബോൾ എന്ന് പറഞ്ഞ ഡയറക്ടർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കുറ്റപത്രം കൊടുക്കണമോ വേണ്ടോ എന്നുള്ള നിർദ്ദേശമല്ല, മറിച്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ കേസിൽ ഇതാണ് വസ്തുത, അങ്ങേക്ക് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാം. ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് വേണമെങ്കിൽ കുറ്റപത്രം സുകേഷിന് കൊടുക്കാമായിരുന്നു, വേണമെങ്കിൽ റഫർ ചാർജ് കൊടുക്കാം. ഇതിനുള്ള സ്വാതന്ത്ര്യം സുകേഷിന് കൊടുത്തുകൊണ്ടാണ് ഈ പരാശരന്റെയും റാവുവിന്റെയും അഭിഭാഷകരുടെ ലീഗൽ ഒപ്പീനിയൻ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാം. ഡിഫൻസിന് പക്ഷേ ദൗർബല്യങ്ങളുള്ള ഡിഫൻസാണ് താങ്കളുടേത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അതേ ചെയ്യാനാകൂ. പക്ഷേ ശ്രീ വി എസ് സുനിൽകുമാർ, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒന്ന്, സുകേശൻ വസ്തുതാവിവര റിപ്പോർട്ടിൽ KM മാണി കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിനെ തെളിയിക്കാനായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന തെളിവുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ലീഗൽ ഒപ്പീനിയൻ ആ നിലയ്ക്കാണ്, അതായത് രാജ്കുമാർ ഉണ്ണി ഗ്രൂപ്പിലുള്ള ബാറുടമക സംഘത്തിൻ്റെ ലീഗൽ ഒപ്പീനിയൻ എടുക്കാനാണ് വിൻസെന്റ് എംബോളിന് കഴിയുമായിരുന്നത്. അതുപോലെ വിൻസെന്റ് എംബോളിൻ്റെ മേലുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് വിൻസെന്റ് എംബോൾ തന്നെ ഒരു ഘട്ടത്തിൽ പൊതുചടങ്ങിൽ തന്നെ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ആ നിലയിലുള്ള സമ്മർദ്ദം, ആ നിലയിലുള്ള ഇടപെടൽ അതാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രത്യേകിച്ച് ശ്രീ ആന്റണി രാജുവിന് വലിയ വാദങ്ങളൊന്നും നിരത്താനില്ല എന്നുള്ളത് കൊണ്ടുകൂടി ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ നിലവിലുള്ള കോടതിയിൽ തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിക്കാം. ശ്രീ സുനിൽകുമാർ, താങ്കൾ പോയതാണ് ഈ കേസിൽ കോടതിയിൽ? ഞാൻ ഈ കേസിൽ കക്ഷി ചേർന്ന ആളാണ്. ഞാൻ ഒരു 2 മിനിറ്റ് എനിക്ക് നികേഷ് സമയം തരണം. GOP 65/92 വിജിലൻസ് 20/12/5/92 ഒരു ഉത്തരവ് അനുസരിച്ചാണ് നമ്മുടെ കേരളത്തിലെ വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. ഇത് നിയമപരമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമല്ല. ആ വിജിലൻസിന്റെ കോൺഫിഡൻഷ്യൽ സർക്കുലർ പറയുന്ന അതിൻ്റെ 7ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. All investigation inquiry reports of the Vigilance Department after examination and approval by the Director of Vigilance of investigating shall be forwarded by him to government in the Vigilance Department. On receipt of the report, the government will decide what further action should be taken in the matter. എന്ന് വിജിലൻസിന്റെ ഈ കോൺഫിഡൻഷ്യൽ സർക്കുലറിൽ ആ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് വിജിലൻസിന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊസീജിയർ കോഡിന് വിരുദ്ധമായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള ഇന്റേണൽ കോൺഫിഡൻഷ്യൽ സർക്കുലറാണ് ഇത്. കോടതിക്ക് മുൻപാകെ ഇവർ ഹാജരാക്കുകയോ അത് ഇവർക്ക് പറയാൻ കഴിയുകയോ ചെയ്യുന്ന കാര്യമല്ല. ഈ കോൺഫിഡൻഷ്യൽ സർക്കുലർ പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിജിലൻസ് ആണ് സുകേശന്റെ കയ്യിൽ നിന്നും റിപ്പോർട്ട് ADGP വാങ്ങുകയും ADGPയിൽ നിന്നും ഇത് DGP വാങ്ങുകയും DGPയിൽ നിന്നും ഗവൺമെന്റിലേക്ക് പോവുകയും ഗവൺമെന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ച് സുകേശനെ കൊണ്ട് ഈ കൊലച്ചോറ് മാന്തിക്കുകയും ചെയ്യുന്നത് ഈ സർക്കുലർ പ്രകാരമാണ്. ഇത് നിയമപ്രകാരമുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് 173യുടെ നഗ്നമായ ലംഘനമാണ്. ഇത് സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് KM മാണിക്കെതിരായിട്ടുള്ള കേസിൽ വന്നിരിക്കുന്ന ഈ ഗുരുതരമായിട്ടുള്ള ഈ വീഴ്ച സൂചിപ്പിക്കുന്നത് വിജിലൻസിന്റെ ഇത്രയും കാലം നടന്നു വരുന്ന ഈ ഗവൺമെന്റ് ഉത്തരവിന്റെ മാത്രം അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഒരു ചട്ടുകം മാത്രമാണ്. ഈ വിജിലൻസ് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. വളരെ വ്യക്തമായി KM മാണി കൈക്കൂലി വാങ്ങി എന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമായ നിഗമനത്തിലെത്തിയിട്ടും സുനിൽകുമാറും VS അച്യുതാനന്ദനും ഒക്കെ കോടതിയിൽ പോവുകയാണ്, ഒന്നുകിൽ വിജിലൻസ് കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീ ആന്റണി രാജു? മറ്റാര് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി, മാണിക്ക് വേണ്ടി ഇത്രയും കാലം വാദിച്ചു കൊണ്ടിരുന്നയാളെന്നുള്ള നിലയിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ മേൽക്കോടതിയിൽ പോയാൽ ഈ പറയുന്ന വസ്തുതാ വിവര റിപ്പോർട്ട് പരിഗണിക്കാതെ KM മാണിയുടെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്ന്? നികേഷ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഡിമാൻഡ് ഓഫ് ബ്രൈബ്, അക്സെപ്റ്റൻസ് ഓഫ് ബ്രൈബ്, ഡയറക്റ്റ് എവിഡൻസ് ഇത്രയും ഉണ്ടായിരിക്കണം. പക്ഷേ ഈ കേസിന്റെ ഫാക്ച്വൽ റിപ്പോർട്ടിൽ, സുകേശൻ കൊടുത്തിരിക്കുന്ന ഫാക്ച്വൽ റിപ്പോർട്ടിൽ പോലും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നിഗമനങ്ങളിൽ പറയുന്നുണ്ട്, ഇതിനകത്ത് ഡിമാൻഡ് ഓഫ് ബ്രൈബിന് തെളിവില്ല,
നേരിട്ട് ശ്രീ തെളിവില്ല. ആന്റണി രാജു അതുപോലെ ബാർ acceptance of ലൈസൻസ് bribe ന് പുതുക്കാനുള്ള direct അജണ്ട evidence ഇല്ല. തീരുമാനിച്ചപ്പോൾ അങ്ങനെ പറയുന്നിടത്തോളം അനാവശ്യ കാലം എതിർപ്പുയർത്തി മാണി അത് തടഞ്ഞ കാര്യം ഈ വസ്തുതാ വിവര റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രത്യേകമായ നിയമപ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ തന്നെ മാണി ബാർ ലൈസൻസ് നൽകുന്നതിനെ എതിർക്കുന്നു. അത് ഈ പറയുന്ന പണം ബാർ ഉടമകളിൽ നിന്ന് ഈടാക്കുന്നതിന് വേണ്ടിയായിരുന്നു. പിന്നീട് ഫയൽ എത്തിയപ്പോൾ മറ്റൊരു പ്രത്യേക നിർദ്ദേശവും കെ എം മാണി നൽകിയിട്ടില്ല എന്ന നിയമ സെക്രട്ടറിയുടെ മൊഴിയും പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വസ്തുതാ വിവര റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെ വഴിയൊരുക്കുന്നു കെ എം മാണി ക്യാബിനറ്റിൽ. പിന്നീട് പണം കിട്ടി എന്ന് ഉറപ്പ് കഴിഞ്ഞപ്പോൾ ഈ ഫയൽ പോകുന്നത് ഉറപ്പുവരുത്തുന്നു, പ്രത്യേകമായ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താതെ. നികേഷ്, അതെ, ഇത് മുഴുവൻ ശ്രീ സുകേശന്റെ നിഗമനങ്ങളാണ്. പക്ഷേ അതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ആ ക്യാബിനറ്റിൽ തീരുമാനിച്ചത് മാണി ആവശ്യപ്പെട്ടിട്ടല്ല, മറിച്ച് അതെ നമുക്കിപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിശ്വസിക്കാൻ കഴിയൂ ശ്രീ ആന്റണി രാജു. ഈ കേസ് പരിഗണിച്ചതാകെ സുകേശൻ മാത്രമാണ്. മറ്റാരും ഈ കേസിൽ യാതൊരു വിധത്തിലുള്ള തെളിവെടുപ്പും അന്വേഷണവും നടത്തിയിട്ടില്ല. ആ സുകേശൻ റിപ്പോർട്ട് നൽകുമ്പോൾ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനമാണെന്ന് പറയുന്നതിൽ അതേ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനത്തെ കുറിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതെ, അല്ല നികേഷ്, നിഗമനങ്ങളിൽ എത്തുമ്പോൾ ഉപോത്ബലമായിട്ടുള്ള തെളിവുകൾ വേണം. പക്ഷേ രജിസ്റ്ററിൽ ഒപ്പിടുന്നു, ഇരിച്ചു വരുന്നു, അവിടെ പണം കൊടുക്കുന്നു, അതുപോലെ മൊബൈൽ ടവർ നിൽക്കുന്നു. ഇനിയും എന്ത് തെളിവാണ് ഇവിടെ? താങ്കൾ ഈ റിപ്പോർട്ട് വായിച്ചോ ശ്രീ ആന്റണി രാജു? ഞാൻ ചോദിക്കട്ടെ, എന്ത് തെളിവാണ് താങ്കൾ ചോദിക്കുന്നത്? ഞാൻ മനഃപ്പാടമാക്കിയതാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഞാൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. താങ്കൾ ചോദിക്കുകയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഓരോ തെളിവും. അല്ല, ഇതൊക്കെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിഗമനങ്ങളാണ്. ചോദിച്ചതായിട്ടോ ഒരു തെളിവുമില്ല. രാജു എന്താണ് പറയുന്നത്? വസ്തുതാപരമായ തെളിവുകളാണ്. എവിടെയെങ്കിലും താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് ഞാൻ ഓരോ വരിയും എടുത്ത് വായിച്ച് താങ്കൾ കേൾപ്പിച്ചു തരാം. തുടരുക. ശ്രീ പി സി ജോർജ്, ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്യുന്നു 25 ലക്ഷം രൂപയുടെ അഴിമതി കെ എം മാണി നടത്തിയെന്ന്, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയെന്ന്. എന്നിട്ടും അങ്ങനെ ഒരു അതിൽ മൂല്യം കാണാതെ വിൻസെന്റ് എം പോൾ എന്ന ഡയറക്ടർക്ക് എങ്ങനെയാണ് കെ എം മാണിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന് പറയാനാവുക? നികേഷേ, ഞാൻ ഈ ചർച്ച കേട്ടുകൊണ്ട് പറയുകയാണ്. നികേഷ് എത്ര വിഷമിച്ചാലും ഉറങ്ങിക്കിടക്കുന്നതിനെ വിളിച്ചേൽപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഉറക്കം നടിക്കുന്നതിനെ വിളിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ആദ്യം പഠിക്കുക. നികേഷിന്റെ സേവനത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, തെറ്റിദ്ധരിക്കണം. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ ജോലി ചെയ്യുന്ന നികേഷിനെ അഭിനന്ദിക്കുന്നു. മാണി കാശ് മേടിച്ചില്ലെന്ന് മാണിക്ക് പോലും ആരോപണം, മാണിക്ക് പോലും അഭിപ്രായം ഇല്ല. മാണി കൈക്കൂലിക്കാരനാണെന്ന് എനിക്കും ആന്റണി രാജിനും ചോദിനറിയാം. ആന്റണി രാജിനെ പോലെ ഒരാൾ ഇങ്ങനല്ലാതെ പിന്നെ വേറെ വല്ലതും പറയാൻ പറ്റുമോ? അത് ഉറക്കം നടിക്കുകയാണ്. ദൈവത്തെ ഓർത്ത്. അതുകൊണ്ട് ആന്റണി രാജിനെ പോലുള്ള ആളുകളെ വിളിച്ച് വലിയ ശല്യം ചെയ്യരുത്. ശ്രീ പി സി ജോർജ്, ഇനിയിപ്പോ താങ്കൾ എന്തായാലും വിജിലൻസ് കേസുകൾ എടുപ്പിക്കുന്നതും ഓടിക്കുന്നതിനും ഒക്കെ വിദഗ്ധനാണല്ലോ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി സംഭവിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ഇരിക്കുന്നിടത്താണ് ഒരു ചുക്കും ചുണ്ടാമ്പം നടക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് കോടതിയുടെ മുമ്പ് നിൽക്കുക. കോടതി ഒരുമാതിരി മാനാഭിമാനമുള്ള ജഡ്ജിമാരും ഈ രാജ്യത്തുണ്ട് എന്ന് മാണി മനസ്സിലാക്കണം. മാണി നിയമവകുപ്പ് കൈകാര്യം ചെയ്ത് ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഒക്കെ കുറേയേറെ ജഡ്ജിമാരെയും വക്കീലന്മാരെയും ഒക്കെ സ്വന്തമാക്കി കള്ളത്തരത്തെല്ലാം കൂട്ടി നിൽക്കുന്നവരാക്കി മാറ്റിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. സുപ്രീം കോടതി ജഡ്ജി പോലും മാണിയുടെ റാനായിട്ട് നടക്കുന്നത് എനിക്കറിയാം. പക്ഷെ ജഡ്ജിമെന്റ് എഴുതി കയറാത്ത ജഡ്ജിയാണെന്ന് അങ്ങേരെ പറ്റി കേന്ദ്ര ഗവൺമെന്റ് വക്കീല് പറഞ്ഞപ്പോൾ എനിക്ക് കണ്ടപ്പോൾ സമാധാനമായി നല്ല സന്തോഷമായി. അതുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ പോലും മാണി സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിക്കുന്ന ഭാഗമായിട്ട് മാണി തന്നോടായിട്ട് ഇരിക്കുക. പക്ഷെ ദൈവം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോളൂ, ഒരു ശക്തിയുണ്ട്, കക്കുന്നതിന് കണക്കുണ്ട്. മാണി ഈ കാര്യത്തിൽ 25 ലക്ഷം 1 കോടി രൂപയും വാങ്ങിയതാണെന്ന് PC ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി സത്യം ചെയ്ത് പറയുന്നു. എനിക്കറിയാം. മാണി എന്നോട് സമ്മതിച്ചിട്ടുണ്ടല്ലോ. ആന്റണി രാജിന് അറിയാമല്ലോ. ആന്റണി രാജിന് 100% അറിയാമല്ലോ ഇത് കാര്യം പഠിച്ചതെന്ന്. എന്നിട്ടും ആന്റണി രാജു അത് പറയാത്തത് ആന്റണി രാജു കേരള കോൺഗ്രസ് എമ്മുകാരനായതുകൊണ്ട് മാത്രമാണോ? ശ്രീ ആന്റണി രാജു തുടരുക. ശ്രീ വി രാജേഷ്, ഇക്കാര്യത്തിൽ VS അച്യുതാനന്ദനും അതുപോലെ VS സുനിൽകുമാറും അടക്കം നേരത്തെ കേസിന് പോയിരുന്നു, വൈക്കം വിശ്വനും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കേസിൽ എന്തു പുരോഗതി ഉണ്ടാകും എന്നാണ് BJP അനുമാനിക്കുന്നത്?
നികേഷ്, BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിജിലൻസ് കോടതിയിൽ ഹാജരായി ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് നടത്തിയ അന്വേഷണം പൂർണ്ണമായും തെറ്റിദ്ധാരണാജനകമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. ഞാനിവിടെ ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി രാജു പറഞ്ഞ ഒരു തിരുത്തൽ, അതായത് 30/6/2015 ശ്രീ സുകേശൻ കൊടുത്ത ഫാക്ച്വൽ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലിരിപ്പുള്ളത്. അദ്ദേഹം പറഞ്ഞു അക്സെപ്റ്റൻസ് ഇല്ല എന്ന്. അതിൽ 268 പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു, ടു സം അപ്പ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ് ദ എവിഡൻസ് ഫോർത്ത്കമിംഗ് ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് acceptance of bribe of rupees 15 lakhs and 10 lakhs at Pala and തിരുവനന്തപുരം. ഞാൻ പറയട്ടെ, അല്ലല്ല അടുത്ത പാരഗ്രാഫ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പാര 8 recommendation, the accused may be prosecuted under section അല്ല ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഒപ്പീനിയനാ. ഞാൻ പറയട്ടെ, അല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ചാർജ് കൊടുക്കാനായിട്ട് ഇതുപോലെ തെളിവുണ്ടോ? അണ്ടർ സെക്ഷൻ 731D റെഡ് വിത്ത് 113(2) ഓഫ് PC ആക്ട് തെളിവുണ്ടോ? ഞാൻ പറയട്ടെ, ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടാ. തെളിവില്ലാതെ ശ്രീ ആന്റണി രാജു തെളിവില്ലാതെ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ റിപ്പോർട്ട് നൽകുക? 22/3/2014 ഉച്ചക്ക് 2:30 15 ലക്ഷം രൂപ കെ മാണിക്ക് കൈമാറുന്നു. കണ്ടില്ല എന്ന് മാണി പറയുന്നുണ്ടെങ്കിൽ പോലും കണ്ടു എന്ന് ബാറുടമകൾ പറയുന്നുണ്ട്. 2/4/2014 തിരുവനന്തപുരത്ത് പ്രശാന്തിയിൽ വെച്ച് 10 ലക്ഷം രൂപ കൈമാറി. ഇതിന്റെയൊക്കെ തെളിവല്ലേ ഈ പറയുന്ന രേഖകളെല്ലാം തന്നെ ശ്രീ ആന്റണി രാജു? ഇതെന്തോ ഒന്ന് എന്ന് പറയണോ? എത്ര കാലമായി നമ്മൾ ആ തെളിവുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു? എന്റെ നികേഷ്, ഈ നിഗമനങ്ങൾ അമ്പിളിയുടെ മൊഴി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട അമ്പിളിയുടെ മൊഴിയുണ്ട്. ഈ നിഗമനങ്ങളിൽ തെളിവില്ലാത്തതുകൊണ്ടാണല്ലോ പ്രഗത്ഭരായ അഭിഭാഷകരും ADGPയും DGPയും ഒക്കെ തെളിവില്ലാത്തതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാൻ അനുവാദം കൊടുക്കാത്തത്. കൊലക്കേസിൽ പോലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. പക്ഷേ അമ്പിളിയുടെ മൊഴി, അമ്പിളിയുടെ മൊബൈൽ ടവർ, KM മാണി പാലയിലെ വീട്ടിലുണ്ടായിരുന്നുള്ള മൊബൈൽ ടവർ, അല്ലല്ല ഇങ്ങനെയുള്ള ശാസ്ത്രീയ തെളിവുകൾ നിലനിൽക്കുമ്പോൾ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുവാൻ ആവശ്യമായ എല്ലാ തെളിവുകളുമുണ്ട്. എല്ലാ ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. സാഹചര്യ തെളിവുകൾ എപ്പോഴാ ബലമാകുന്നത്? ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത കേസുകളിലാണ്. ആന്റണി രാജുവിന് വേണ്ട തെളിവ് സുകേശൻ കണ്ടെത്തിയ തെളിവുകളല്ല, പകരം കെ മാണിക്ക് കൈക്കൂലി കൊടുക്കുന്നത് നേരിട്ട് കണ്ടോ എന്ന് ചോദിച്ചാൽ അമ്പിളി കണ്ടു, അമ്പിളിയുടെ മൊഴി വിശ്വസിക്കണം എന്ന് ഈ റിപ്പോർട്ടിൽ സുകേശൻ പറയുന്നു. കാരണം ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കിയപ്പോൾ അമ്പിളി പറഞ്ഞത് ശരിയാണെന്ന് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയരാകാത്തവരുടെ മൊഴിയിൽ ദുരൂഹതയുണ്ട് എന്നും പറയുന്നു. പക്ഷെ അത് പോരാ, ആ തെളിവ് പോരാ. എന്തായാലും ശ്രീ ആന്റണി രാജുവിന് വേണ്ട തെളിവുകൾ എന്താണെന്നുള്ളത് ഒരുപക്ഷെ താങ്കൾക്ക് ചോദിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ആന്റണി രാജുവിന് ഈ തെളിവ് ചോദിക്കേണ്ട ഇവിടെയല്ല. ആന്റണി രാജുവിന്റെ കക്ഷി ഈ കേസിൽ പ്രതിയാണ്. ആ പ്രതി കോടതിയിൽ ചോദിക്കുക. ആന്റണി രാജുവിന് ഞാനൊരു ചോദ്യം ചോദിച്ചല്ലോ. CRPC 173 അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ SHO റിപ്പോർട്ട് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് നിയമം. ആ നിയമം ശരിയാണോ അല്ലയോ? ആ നിയമത്തിന് വിരുദ്ധമായി ആ റിപ്പോർട്ട് അന്വേഷണത്തിന്റെ മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ സമർപ്പിച്ചതിനാണ്. അതിനുശേഷം ആ റിപ്പോർട്ടിന് വിരുദ്ധമായി കേസില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് എങ്ങനെയാണ്? അങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു കേസിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കോടതിയുടെ മുമ്പിലാണ്. പിന്നെ തെളിവുണ്ടോ ഇല്ലയോ ചോദിക്കേണ്ടത് കോടതിയോടാണ്. കേസ് ചാർജ് ചെയ്യണം. അത് ചാർജ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഗവൺമെന്റ്, KM മാണി, നിയമമന്ത്രി, ധനകാര്യമന്ത്രി ഇടപെട്ട് ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും സ്വാധീനിച്ച് നിങ്ങൾ കേസ് ഇല്ലാതാക്കി എന്നുള്ള സത്യമാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ കോടതിക്ക് മുമ്പാകെ എത്താത്ത എന്തുകൊണ്ടാണ്? കോടതിക്ക് മുമ്പാകെ കേസ് എത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ തെളിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന് നിയമപ്രകാരം സ്വാതന്ത്ര്യമുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം തെറ്റാണെങ്കിൽ അത് കോടതിയിൽ പ്രോസിക്യൂട്ടറും പ്രതിയുടെ വക്കീലും കൂടി വാദിച്ച് ജയിച്ചു കാണിക്കാണ് വേണ്ടത്, ആണത്തോടുകൂടി. അല്ലാതെ വെല്ലുവിളിയായിട്ട് അതിനെ എടുക്കണം. ശ്രീ ആന്റണി രാജു, സുനിൽകുമാറിനെ പോലുള്ളവർ പറയുന്നു കോടതിയിൽ അവർ ചലഞ്ച് ചെയ്യും അന്തിമ റിപ്പോർട്ടിനെ. വസ്തുതാ വിവര റിപ്പോർട്ടാണ് അവർ എടുത്തു കാണിക്കാൻ പോകുന്നത്. മാണിക്കെതിരെ കേസെടുക്കണം എന്ന് കോടതിയിൽ അവർ ആവശ്യപ്പെടുമ്പോൾ അതിനെ ചലഞ്ച് ചെയ്യാൻ
നിങ്ങൾ പോകുമായിരിക്കും, പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് ആന്റണി രാജു തന്നെ പറഞ്ഞറിയണം. വി എസ് സുനിൽകുമാറുടെ 173 പറഞ്ഞല്ലോ, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർക്ക് പോയെന്ന് പറഞ്ഞല്ലോ. സുനിൽകുമാർ 173 തന്നെ പറയുന്നുണ്ട്, ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ഉത്തരവിലൂടെ വിജിലൻസ് മാനുവൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാനുവലിൽ വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ മേലുദ്യോഗസ്ഥന്റെ അനുമതിക്ക് വിധേയമായിട്ട് മാത്രമേ, പരിശോധനയ്ക്ക് വിധേയമായിട്ട് മാത്രമേ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്ന് വിജിലൻസ് മാനുവലിലെ 173 CRPCയുടെ തന്നെ ഉത്തരവിലൂടെ വിജിലൻസ് മാനുവലിൽ പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പോ ഈ കേസിന്റെ എല്ലാ റിപ്പോർട്ടുകളും കോടതിയുടെ മുമ്പിലുണ്ടല്ലോ, കോടതി പരിശോധിക്കുകയാണല്ലോ, ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടക്കുകയാണല്ലോ. നടക്കട്ടെ, കോടതി വിധി പറയട്ടെ, ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ശ്രീ സുനിൽകുമാർ അംഗീകരിക്കാൻ തയ്യാറാവോ? എന്റെ ആന്റണി രാജു, നിങ്ങൾ CRPC ആണോ വിജിലൻസിന്റെ മാനുവലാണോ നിലനിൽക്കുക എന്നുള്ള മറുപടി നിങ്ങൾ പറയണം. നിങ്ങൾ വക്കീലാണല്ലോ. CRPC ആണോ മാനുവലാണോ നിലനിൽക്കുന്നത്? CRPCയിൽ എവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുകളിൽ ഒരു മേലുദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ CRPC എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആന്റണി രാജുവിനെ വെല്ലുവിളിക്കും. നിങ്ങൾ വക്കീലാണല്ലോ. നിങ്ങളിത് പറയുന്നത് നാട്ടിലെ ജനങ്ങളും മറ്റ് നിയമജ്ഞന്മാർ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ഞാനും ഒരു വക്കീൽ തന്നെയാണ്. ഞാൻ പറയുന്നു CRPC 173 എവിടെയാണ് മേലുദ്യോഗസ്ഥന് അന്വേഷിക്കാനും മേൽനോട്ടം നടത്താനും ഇടപെടാനും എവിടെയാണ് പറയുന്ന വകുപ്പ് എവിടെയാണെന്ന് പറഞ്ഞേ. CRPCയിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ പ്രത്യേക ഉത്തരവിലൂടെ പ്രത്യേക അന്വേഷണ ഏജൻസികൾക്ക് പ്രത്യേക മാനുവൽ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അതനുസരിച്ചുണ്ടാക്കിയ വിജിലൻസ് മാനുവലിലാണ് മേലുദ്യോഗസ്ഥന്മാർക്ക് ഈ കീഴുദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്ന കേസുകൾ മേലുദ്യോഗസ്ഥന്മാർ കൊടുത്ത് അവരുടെ അനുമതി വാങ്ങണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ ഹൈക്കോടതി ചലഞ്ച് ചെയ്യും. യു ചലഞ്ച് ഇറ്റ് ബിഫോർ ദി ഹൈക്കോർട്ട്. നിങ്ങളെ ഔദാര്യം വേണ്ട, ഞങ്ങൾ ചലഞ്ച് ചെയ്യും. നിങ്ങൾ നാഴികയ്ക്ക് 40 ഹൈക്കോടതിയിലെ കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങളെ ഔദാര്യം വേണ്ട. കോടതിയിൽ ഞങ്ങൾ പറയും, നിങ്ങൾ ഗവൺമെന്റ് ദുരുപയോഗം ചെയ്ത് അധികാരം ദുരുപയോഗം ചെയ്ത് കൈമാണി രക്ഷിക്കാൻ. ഞാൻ പറയുന്നത് സുനിൽകുമാർ, നിയമവിരുദ്ധമായിട്ടാണ് എന്തെങ്കിലും ചെയ്തതെങ്കിൽ നിങ്ങൾ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് കോടതി പോയില്ല? എന്തിന് കേമാണി അറസ്റ്റ് ചെയ്യണം? ശ്രീ വി എസ് സുനിൽകുമാർ, കേസെടുക്കേണ്ടതില്ല എന്ന അന്തിമ റിപ്പോർട്ട് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. പിന്നെ കേമാണി അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് രാഷ്ട്രീയമായ വാദം മാത്രമാണ്, ആവശ്യം മാത്രമാണ്. ഇന്നത്തെ നിലയിൽ എന്തായാലും കേമാണി അറസ്റ്റ് ചെയ്യുകയോ മേൽ നടപടികളോ ഉണ്ടാവുകയോ ഇല്ല. പകരം ആന്റണി രാജു ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യും. സാധാരണക്കാരനാണ് അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നില്ലേ? ഞങ്ങൾ കോടതിയിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ഇത് വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. അധികാരം പണം ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസാവാമെന്ന് ഇവിടുത്തെ ആളുകൾ ധരിച്ചാല് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ ആന്റണി രാജു, മര്യാദകേടാണ്. ഒരു ആരോപണം ഉയർന്നു വരുന്നു, അതേക്കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു, FIR ഇടുന്നു. FIR ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടം വരുമ്പോൾ എല്ലാവരും സ്വാധീനിക്കപ്പെടുന്നു. സുകേശൻ പറയുന്നു നിയമോപദേഷ്ടാവിനെ പള്ളി വികാരികൾ സ്വാധീനിച്ചു എന്ന്. എനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായി എന്ന്. വിജിലൻസ് ഡയറക്ടർ വിൻസൻ എംപോൾ എങ്ങനെയൊക്കെയാണ് ഒരാൾ ഉദ്യോഗസ്ഥൻ സ്വാധീനിക്കപ്പെടുന്നതെന്ന് വളരെ വിശദമായി പറഞ്ഞു. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ എഴുതുകയാണ്, ഇതിൽ എനിക്ക് വലിയ സമ്മർദ്ദമുണ്ടായി. എന്നിട്ടൊരു ഇൻഡാസ് എഴുതി വെച്ച് കേരള ജനതയെ വെല്ലുവിളിക്കലല്ലേ ശ്രീ ആന്റണി രാജു ഇത്? നികേഷ്, ഇതൊക്കെ പാടിപ്പതിഞ്ഞ ഗാനങ്ങളാണ്. ഇത് എത്ര ആവർത്തിച്ചാലും ഇതൊക്കെ പഴം പാട്ടുകളാണ്. ഇപ്പോൾ ഈ വസ്തുതാ റിപ്പോർട്ടും ഈ ഫൈനൽ റിപ്പോർട്ടും ഈ എല്ലാ മൊഴികളും എല്ലാം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലാണല്ലോ ഇരിക്കുന്നത്. ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടക്കുകയാണല്ലോ, വാദങ്ങൾ നടക്കുകയാണല്ലോ. അത് പരിശോധിച്ചിട്ട് ഈ അന്തിമ റിപ്പോർട്ട് കോടതി സ്വീകരിക്കണോ വേണ്ടെന്ന് കോടതി തീരുമാനിക്കുമല്ലോ. ആ ജഡ്ജിയുടെ ഉത്തരവ് വരുമല്ലോ. ആ ഉത്തരവ് വന്നാൽ ഈ സുനിൽകുമാർ അംഗീകരിക്കാൻ തയ്യാറാവോ? അക്കാര്യത്തിൽ എന്തായാലും ആന്റണി രാജുവിന് എന്തോ ഒരു ഉറപ്പ് കിട്ടിയതുപോലെ ഉണ്ട് ശ്രീ വി എസ് സുനിൽകുമാർ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ചോദിക്കുന്നത്. അതിന് താങ്കൾ മറുപടി പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നിങ്ങൾ അത് അംഗീകരിക്കുമോ? ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാം എന്നാണ് ആന്റണി രാജുവിന്റെ ആത്മവിശ്വാസത്തോടുകൂടിയുള്ള മറുപടി. എനിക്കറിയാം ആന്റണി രാജു നിവൃത്തികേട് കൊണ്ട് വന്ന് വാദിക്കുകയാണ്. വേറെ വക്കീലന്മാർ കിട്ടാത്തതുകൊണ്ടാ. ആന്റണി രാജുവിന് യാതൊരു താല്പര്യമുള്ള കാര്യമല്ല. ഇനി ആന്റണി രാജുവിന് ഒരു കാര്യം കൂടെ പറയാം. വിജിലൻസ് കോടതിയിൽ ഞങ്ങൾ പോകും, അത് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ പോകും. നിയമത്തിന്റെ മാർഗങ്ങൾ ഏതറ്റം വരെ പോയിക്കൊണ്ടാണെങ്കിലും ഈ തോന്നിവാസത്തിന് ഞങ്ങൾ കൂട്ടുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
നിങ്ങൾ ചെയ്തിരിക്കുന്നത് നാട്ടിലെ ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം. ആരപ്പുറത്തുനിന്ന് വേലി വിളിക്കാൻ വിജിലൻസ് കോടതി എതിരായി ഉത്തരവിടുമെന്നുള്ള സുനിൽകുമാർ ഇപ്പോഴേ ബോധ്യമായി. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയിൽ പോകുമെന്ന് പറയുന്നത്. വിജിലൻസ് കോടതി എതിരായി കോടതിയിൽ തൃശൂർ വിജിലൻസ് കോടതിയിൽ ആന്റണി രാജുവിന് ആത്മവിശ്വാസം തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി വെച്ചിട്ടുണ്ടോ? നിങ്ങളും നിയമമന്ത്രി ഈ കേരളത്തിലെ നിയമത്തെ കയ്യിലെടുക്കാണ്. ക്രിമിനൽ കേസിലെ പ്രതി സുനിൽകുമാറിന് ഉറപ്പ് ലഭിക്കുന്നതും ആന്റണി രാജുവിന് ആത്മവിശ്വാസം നൽകുന്നതുമായ കാര്യം എന്താണ്? അതുകൂടി പറയും, പെട്ടെന്ന് അവസാനിപ്പിക്കാൻ. അല്ല, എനിക്ക് വളരെ ഉറപ്പാണ്. കാരണം ഇത് കൈക്കൂലി നടന്നിരിക്കുന്നു. സാഹചര്യ തെളിവുകളും വസ്തുതാപരമായ തെളിവുകളും വളരെ വ്യക്തമായി സുകേഷിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ക്രിമിനൽ നടപടി ചട്ടത്തിന് വിരുദ്ധമായി ഈ കേസ് ചാർജ് ചെയ്യാതെ വിട്ടതിന് ഇവിടെ നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഞങ്ങൾ ജയിക്കും. ഒരു സംശയം വേണ്ട. ശരി, ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ശ്രീ ആന്റണി രാജു, വി എസ് സുനിൽകുമാർ, ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത വി രാജേഷ്, പി സി ജോർജ്, നരേന്ദ്രമോദി ഇപ്പോൾ ദുബായിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 1,00,000-ഓളം വരുന്ന ഇന്ത്യക്കാരുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. ടിക്കറിൽ നിങ്ങൾ കാണുന്നത് എന്താണ് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് എന്നതിന്റെ ഭാഗങ്ങളാണ്. दुनिया में किसी एक देश के साथ इतनी बड़ी मात्रा में हवाई आवागमन अगर कहीं है तो इस इलाके से है। हर हफ्ते 700 से भी अधिक फ्लाइट आती है, लेकिन भारत के प्रधानमंत्री को यहां आने में 34 साल लग गए। कभी कभी मुझे लगता है कि बहुत सारे ऐसे अच्छे अच्छे काम हैं जो पूर्व के लोग मेरे लिए बाकी छोड़ करके चले गए। और इसलिए बहुत सारे बाकी रहे अच्छे काम करने का मुझे भाग्य मिला। और उस अच्छे कामों में से एक महत्वपूर्ण अच्छा काम मेरा अबू धाबी आना, मेरा दुबई आना। जिस प्रकार से ये मेरी पहली मुलाकात है, इसके पहले कभी मैं इस धरती पर, इस भूभाग पे नहीं आया, और 34 साल के बाद प्रधानमंत्री के रूप में कोई आए तो किसी को भी नाराजगी व्यक्त करने का हक बनता है। हक बनता है कि नहीं बनता है? बनता है कि नहीं बनता है? लेकिन अबू धाबी में हिज हाइनेस क्राउन प्रिंस ने और दुबई में हिज हाइनेस अल मक्तुम जी ने नाराजगी नहीं दिखाई। इतने प्यार की वर्षा की, इतने प्यार की वर्षा की, मैं उनके इस प्यार को कभी भूल नहीं पाऊंगा।
जो स्वागत किया, जो सम्मान किया, हिज हाइनेस क्राउन प्रिंस अपने सभी 5 भाइयों के साथ एयरपोर्ट पर लेने के लिए आए। मेरे प्यारे देशवासियों, ये प्यार, ये सम्मान किसी व्यक्ति को नहीं है। പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സംസാരിക്കുകയാണ്. ചിങ്ങം 1 ആശംസിച്ചു നേരത്തെ നരേന്ദ്രമോദി മലയാളികൾക്ക്. यहां केरल से आया हुआ भी समुदाय बहुत बड़ी मात्रा में है। मैं केरल का उल्लेख सविशेष रूप से इसलिए कर रहा हूं क्योंकि आज केरल का नववर्ष है। मलयाली, सहोदरक एंटे हृदयम निरन्या नव वलसरा आशम सफल। नमस्कारम।